ഈഗിൾ പബ്ബാണ്. ഈ ഈഗിൾ പബ്ബിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാലോ കോളേജിനെ ചുറ്റിപ്പറ്റി ധാരാളം പബ്ബുകളും ചർച്ചുകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഈഗിൾ പബ്ബിൽ വെച്ചാണ് DNA കണ്ടുപിടിച്ചു എന്ന് പ്രഖ്യാപിക്കുന്നതും. അതായത് മുമ്പൊക്കെ നമ്മൾ പബ്ബിലിരുന്നിട്ടാണ് പല പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതും ഡിക്ലെയർ ചെയ്യുന്നതും ആൾക്കാർ കൂടി വരുമ്പോഴത്തേക്കുണ്ടല്ലോ. അങ്ങനെ DNA, ലോകത്തിലെ തന്നെ ചരിത്രപ്രധാനമായ ഒരു കണ്ടുപിടുത്തമായ DNA കണ്ടുപിടിച്ചിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ഈ പബ്ബിൽ വെച്ചാണ്. ഈഗിൾ പബ്ബിൽ വന്നപ്പോൾ വേറൊരു സ്റ്റോറിയും കൂടെ കേൾക്കാൻ കഴിഞ്ഞു. ചെറിയൊരു ഗോസ്റ്റ് സ്റ്റോറിയാണ്. ഇത് ഈ കാണുന്ന റൂംസ് എല്ലാം വാടകയ്ക്ക് കൊടുക്കുന്ന റൂംസാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ ആൾക്കാർ വന്ന് താമസിച്ചാലും ആ മുകളിൽ കാണുന്ന ആ വിൻഡോ ആര് താമസിച്ചാലും എത്ര അടച്ചാലും അത് രാത്രിയാകുമ്പോൾ തുറന്നു വരും. ഈ ഒറ്റ റീസൺ കൊണ്ട് ഒരു പല പ്രാവശ്യം അടച്ചു വച്ചിട്ടും അത് തനിച്ച് ഓപ്പണായി വന്നതുകൊണ്ട് അവിടെ മുമ്പ് ഇവിടെ ഒരു ഫയർ ഉണ്ടായി. ആ ഫയറിൽ ഒരു ചെറിയ കുട്ടി മരിച്ചു. അതിൻ്റെ ഗോസ്റ്റ് അവിടെ ഉണ്ടെന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അന്ന് മുതൽ 1972 മുതൽ ആ വിൻഡോ തുറന്ന് തന്നെ ഇട്ടിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു ഗോസ്റ്റ് സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഈഗിൾ പബ്ബിനെ കുറിച്ച് പറയാനുള്ളത്.